പ്ലാൻ എ കണ്ടതിന് ശേഷം പ്ലാൻ ബി കാണാൻ വന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, അല്ലെങ്കിൽ നേരിട്ട് പ്ലാൻ ബിയിലേക്ക് വന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഒരു പക്ഷേ നിങ്ങളുടെ സ്കൂളിൽ ഫോളോ ചെയ്യുന്ന പാറ്റേൺ കാരണമായിരിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ കാണേണ്ടി വന്നിട്ടുണ്ടാവും അല്ലേ. വേറെ ഒന്നുമല്ല, പ്ലാൻ ബി എന്ന് പറയുന്നത് കഴിഞ്ഞൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ്റെ പ്രഡിക്ഷൻ ആക്കിയായിരുന്നു. ഞാനൊരു ധീരാളിയോ അല്ലെങ്കിൽ പ്രവചിക്കാൻ വേണ്ടി ചോദിച്ചതൊന്നുമല്ല. പക്ഷേ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരാൻ കൂടുതൽ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം എന്ന് പറയുന്നത് അത്രയും നന്നായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും പറ്റണം. അപ്പോൾ അതിനുവേണ്ടി പ്ലാൻ ബിയിൽ പറയുന്നത് നമ്മുടെ +2 ഓണം എക്സാമിന് നിങ്ങൾക്ക് മെയിനായിട്ട് പറയുന്നത് മൈക്രോയിലെ 3 ചാപ്റ്ററാണ്. പക്ഷേ 2023 മുൻപൊക്കെ ആണെങ്കിൽ അതിലെന്ത് ചെയ്യും, ഈ പറഞ്ഞ മൈക്രോയിലെ 1, 2 ചാപ്റ്ററും അതേപോലെ മാക്രോയിലെ 1, 2 ചാപ്റ്ററും പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സിലബസ് പ്രകാരം നമുക്ക് മൈക്രോയിൽ 1, 2, 3 പഠിച്ച ഓണം എക്സാമിനുള്ള പോർഷൻ തീർന്നു. പക്ഷേ നിങ്ങളുടെ സ്കൂളിൽ ഫോളോ ചെയ്യുന്ന മൈക്രോയുടെ കൂടെ മാക്രോയും കൊണ്ടുപോകുന്നുണ്ടാവും. ടീച്ചേഴ്സ് ഒരുപക്ഷെ അവിടെ അപ്ഡേഷൻ വരുത്താത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പഠിപ്പിക്കാനുള്ള എളുപ്പം കൊണ്ട് വേണ്ടി ചെയ്തായിരിക്കും. എന്ത് തന്നെയായാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, ഈ പറഞ്ഞ മാക്രോയിലെ 1, 2 ചാപ്റ്റർ ഇതാണ് നമ്മളെ പ്ലാൻ ബിയിൽ മെയിനായിട്ട് ഉൾപ്പെടുത്തിയുള്ള കാര്യങ്ങൾ. കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം നാഷണൽ ഇൻകവും അതേപോലെ തന്നെ ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. ഈ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ അതുപോലെ തന്നെ നാഷണൽ ഇൻകം, ഓക്കെ, ഈ 2 കോൺസെപ്റ്റിലായിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് കൃത്യമായിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, പ്ലാൻ എയിലെ ഭാഗങ്ങൾ കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ പ്ലാൻ ബി കാണുക. കാരണം ഇവിടെ മൈക്രോയിലല്ല മാക്രോയിലെ 1, 2 ചാപ്റ്റർ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരു നോട്ടും പേനയും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ഓൾറെഡി. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊരു ചെക്ക് ലിസ്റ്റ് പോലെ ചെയ്യണം. വേറെ ഒന്നുമല്ല, നിങ്ങൾ പഠിച്ച ഏരിയ, ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് ടിക്ക് ഇട്ട് വെക്കുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ ഏരിയ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകാം. ഓക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യമാണ് നമ്മുടെ ഈ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഇത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ കേട്ടോ. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്നുള്ളതാണ്. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അഥവാ എങ്ങനെ പഠിച്ചിട്ടുണ്ടാവുക, ഈ പറഞ്ഞ ഹൗസ് ഹോൾഡ് ഉണ്ടാവും, ഇവിടെ ഫേംസും ഉണ്ടാവും അല്ലേ. ഇവർക്കിടയിലാണ് എന്ത് ചെയ്യുന്നത്, ഇൻകം അങ്ങോട്ടോട്ട് സർക്കുലേറ്റ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കണം, നിർബന്ധമായിട്ട് നോക്കിക്കണേ. അത് കാരണം 2 മാർക്ക് മുതൽ 4 മാർക്കുള്ള ക്വസ്റ്റ്യൻ വരെയായിട്ട് ചോദ്യം വരാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനം കണക്കാക്കാനുള്ള 3 രീതികൾ ഇതിനോടകം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ആ 3 രീതികൾ എന്ന് പറഞ്ഞാൽ പൈ മെത്തേഡ് നമ്മൾ പറയാറുണ്ട്. പൈ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മൾ പറയുന്നത് എന്താണ്, ഈ പറയുന്ന നമ്മൾ പറയുന്ന എക്സ്പെൻഡിച്ചർ മെത്തേഡ് പറയുന്നുണ്ട്. മറ്റൊന്ന് ഇൻകം മെത്തേഡ് പറയുന്നുണ്ട്. നെക്സ്റ്റ് പി എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് മെത്തേഡ്, ഓക്കെ, അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയും. ഈ 3 മെത്തേഡിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇത് എസ്സേ ചോദ്യം തന്നെയായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ തിയറി ഭാഗം പഠിക്കുക, അതിൻ്റെ ആപ്ലിക്കേഷൻസ് പഠിക്കുക. ഇനി അടുത്തെന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന വെൽഫെയർ ഇൻഡെക്സ് ആയിട്ട്, ഒരു വെൽഫെയർ ഇൻഡെക്സ് ആയിട്ട് GDP ഉപയോഗിക്കാൻ പറ്റുമെന്ന്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കൂടി ഞാൻ പറഞ്ഞാൽ മക്കളെ, ഈ GDP എന്ന് പറഞ്ഞാൽ നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്ന ഒരു സംഗതിയാണല്ലേ. പക്ഷെ അതിനെന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഒരുപാട് നമ്മുടെ അമ്മമാർ വീട്ടിൽ ചെയ്യുന്ന പണിയൊന്നും കണക്ക് കൂടിയില്ല. അതുപോലെ നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ്, ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, ഒരാളെ സഹായിച്ചു, അയാൾക്ക് ഒരു സഹായം ചെയ്ത് സാമ്പത്തികമായിട്ട് അയാൾക്ക് നേട്ടമുണ്ടാകുന്ന കാര്യം നിങ്ങൾ സഹായിച്ചു. പക്ഷെ നിങ്ങൾക്ക് അവിടെ യാതൊരു റിട്ടേണും കിട്ടില്ല. അത് ഉൾപ്പെടുത്താൻ പറ്റുമോ, ഇല്ല. ഇനി അതേപോലെ എന്ത് ചെയ്യാണ്, മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ GDP കണക്കാക്കുന്ന സമയത്ത് തന്നെ മെയിനായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അവിടെ എന്ത് ചെയ്യാറുണ്ട്, ഈ പറഞ്ഞ ലഹരി വസ്തുക്കളുടെ വില അതിൽ കൂട്ടും, അതുപോലെ ആയുധങ്ങളുടെ വില കൂട്ടും, അതുപോലെ മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വില എന്ത് ചെയ്യാറുണ്ട്, അതിൽ കൂട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഓരോ മനുഷ്യന് നന്നാവാൻ പറ്റുമോ, ഒരിക്കലും അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, വെൽഫെയർ ഇൻഡെക്സ് ആയിട്ട് ഉപയോഗിക്കാൻ GDP പറ്റില്ല. നോ എന്നാണ് നിങ്ങളോട് ആൻസർ ചെയ്യേണ്ടത്. അതിൻ്റെ കാരണം നമ്മളിവിടെ പറഞ്ഞു. ഇത് വൃത്തിയായിട്ട് നിങ്ങൾ പഠിക്കണം. ക്വസ്റ്റ്യൻ കൂടുതലായിട്ട് വരുന്ന ഒരു ഭാഗമാണത്. നെക്സ്റ്റ് ഈ പറഞ്ഞ സ്റ്റോക്കും ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്കറിയാം, സ്റ്റോക്കും ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒന്ന് പോയിന്റ് ഓഫ് ടൈമിൽ, ഒരു നിശ്ചിത സമയത്തും, ഒന്ന് പീരിയഡ് ഓഫ് ടൈം, ഒരു നിശ്ചിത കാലയളവിലേക്കും കണക്കാക്കുന്നതാണ് ഈ പറഞ്ഞ 2 കോൺസെപ്റ്റുകൾ. അപ്പോൾ അത് തമ്മിലുള്ള കമ്പാരിസൺ എന്ത് ചെയ്യാം, ചോദ്യമായിട്ട് നിങ്ങൾക്ക് വരാം. വൃത്തിയായിട്ട് നോക്കി വെക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന GDP ഡീഫ്ലേറ്റർ വെച്ചിട്ടുള്ളൊരു പ്രാക്ടിക്കൽ ലെവൽ ക്വസ്റ്റ്യൻ 2 മാർക്കിനോ, അല്ലെങ്കിൽ GDP റിയൽ GDP നോമിനൽ GDP. നിങ്ങൾക്കറിയാം, ഈ പറഞ്ഞ ക്യാപിറ്റൽ ലെറ്ററിൽ ഞാൻ GDP എന്ന് എഴുതിയാൽ അതിൻ്റെ മീനിങ് എന്താണ്, തൊട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ആൻഡ് സ്മോൾ ലെറ്ററിൽ GDP എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, അതെന്ത് ചെയ്യുക, നിങ്ങൾ തൊട്ട് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ, മറന്നു പോരുത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ 3 അല്ലെങ്കിൽ 4 മാർക്കിന് ചോദ്യം വരാവുന്നതാണ് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്നുള്ളതാണ് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം ഒരാൾക്ക് തോന്നിയിട്ട് വെറുതെ ഒരു പുസ്തകം എഴുതിണ്ടാക്കിയതാണോ, അല്ല. അതിന് കാരണം ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും അറിയുന്ന പോലെ തന്നെ 1929 ഗ്രേറ്റ് ഡിപ്രഷനാണ് അതിൻ്റെ കാരണം അല്ലേ. അത് പ്രകാരം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത് 1936 പുസ്തകം പബ്ലിഷ് ചെയ്ത ആളുടെ പേര് എന്ന് പറഞ്ഞാൽ കെയ്ൻസ് ആണ്. വെറും കെയ്ൻസ് അല്ല, ജോൺ മെയ്നാർഡ് കെയ്ൻസ് എന്ന് പറഞ്ഞാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം എന്തായിരുന്നു വെച്ചാൽ, ആ പുസ്തകം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ആ പുസ്തകത്തിൻ്റെ പേരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുമായിട്ട് ബന്ധപ്പെട്ട
വരുമ്പോഴൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ മാക്രോ എക്കണോമിക്സ് പറഞ്ഞൊരു ബ്രാഞ്ചൊക്കെ പുതുതായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. 3 അല്ലെങ്കിൽ 4 മാർക്ക് ക്വസ്റ്റ്യൻ വരാവുന്ന ഭാഗമാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 1-2 ചാപ്റ്റർ മാത്രമല്ല നിങ്ങളുടെ സ്കൂളിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാവുക മൈക്രോയിലെ 1-2 ചാപ്റ്ററുകളും അതേപോലെ മാക്രോയിലെ 1-2 ചാപ്റ്ററും അങ്ങനെ മൊത്തം 4 ചാപ്റ്റർ ആയിരിക്കാം. ഇനി ഈ മൈക്രോയുടെ കൂടെ തന്നെ ചിലപ്പോൾ 3 ചാപ്റ്റർ എടുത്ത് മൊത്തം 5 ചാപ്റ്ററും പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. എങ്ങനെയായിരുന്നാലും ഈ പറയുന്ന 2 വീഡിയോയും പ്ലാൻ എയിലെ വീഡിയോയും പ്ലാൻ ബിയിലെ വീഡിയോയും കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്ക് അതിൽ ഏതാണോ വേണ്ടത് വെച്ചാൽ അത് നിങ്ങൾക്ക് എടുത്ത് കാണാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് കംപ്ലീറ്റ് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞ രീതിയിലാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത് പ്രഡിക്ഷൻ അല്ല, കൃത്യമായിട്ട് നാളത്തെ നിങ്ങളുടെ പരീക്ഷ പേപ്പറിൽ വരാൻ പോകുന്ന ചോദ്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അതിനുള്ള ചാൻസ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, ഇത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നാളത്തെ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളും കണ്ടന്റും കംപ്ലീറ്റ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യവും കിട്ടണം മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാം. എവിടെയാണ്? നമ്മുടെ ഓണം എക്സാമിന് വേണ്ടി മാത്രമുള്ള സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം. നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് പരീക്ഷ സ്കോർ ചെയ്യാം. ഇത് പറയാനുള്ള കാരണം എന്താ പറയുക, വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ്ലി ഇപ്പോഴത്തെ എക്സാമിൻ്റെ എല്ലാ പാറ്റേണും വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ കോവിഡിന് സമയത്തുണ്ടായിരുന്ന റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് എക്സാം ഇനി മുതൽ സ്റ്റാൻഡേർഡ് എക്സാം ആക്കാണ്. അത് എന്തുകൊണ്ടും നല്ലതാണ് മക്കളെ. നിങ്ങൾ അതിനോട് മുഖം തിരിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ വന്നപ്പോൾ ഇങ്ങനെ പരിഷ്കരണങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നല്ല മാറ്റമാണ് ഈ കൊണ്ടുവന്നുള്ളത്. എക്സാം സ്റ്റാൻഡേർഡ് ലെവലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ലെവൽ എന്ത് ചെയ്യും, അതിനനുസരിച്ച് ഉയരും. ആ ലെവൽ ഉയർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ മുൻപോട്ടുള്ള എല്ലാ പഠന മേഖലയിലും അല്ലെങ്കിൽ മുൻപോട്ടുള്ള ജീവിതത്തിൽ പോലും എന്ത് ചെയ്യും, ആ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം പോസിറ്റീവ് ആണെന്നുള്ള കാര്യം മനസ്സിലായിക്കൊണ്ട് എക്സാമിന് വെറുതെ ശവിക്കാതെ ടീച്ചേഴ്സിന് വെറുതെ കുറ്റം പറയാതെ മക്കൾ ഇനിയുള്ള സമയം പോയിട്ട് നന്നായിട്ടിരുന്ന് പഠിക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജ്ബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.